എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാട്ടോ എനിക്ക്. എന്താണെന്നല്ലേ, ഇന്ന് എൻ്റെ 2 കുട്ടികൾ മാലയിട്ടിരിക്കുക മലയ്ക്ക് പോവാൻ. 41 ദിവസം വ്രതമൊക്കെ എടുത്ത് പോവാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചെയ്ത. നമ്മളെപ്പോഴും അങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് ചിലപ്പം സമ്മതിക്കില്ല, അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. ഇങ്ങോട്ട് പറഞ്ഞ് അമ്മേ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ. അങ്ങനെ എൻ്റെ മോനും ചേച്ചിയുടെ മോനും ചേച്ചിക്ക് വേറൊരു മോനും കൂടിയുണ്ട്, എല്ലാവരും കൂടെ മലയ്ക്ക് പോകാമെന്ന് അങ്ങ് തീരുമാനിച്ച് 41 ദിവസം വ്രതം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് മാലയിട്ടു. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. മാത്രമല്ല ഇന്നലെ വൈക്കത്തഷ്ടമി ആയിരുന്നല്ലേ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. അതെന്തായാലും ഇന്നത്തേക്ക് മാറ്റി. ഇന്ന് എന്തായാലും വൈക്കത്തപ്പൻ്റെ ആറാട്ടാണ്. അപ്പോൾ ഇന്നും നല്ലൊരു ദിവസം തന്നെയാണ്. അന്നേരം ഇങ്ങനെ എന്തുണ്ടാക്കും, എന്തായാലും മാലയിട്ടു കുട്ടികൾ, അപ്പോൾ അവർക്ക് എന്താ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു പഴപ്രഥമൻ വയ്ക്കാമെന്ന് കരുതി. പഴപ്രഥമൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് വൈക്കത്തപ്പന് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണെന്ന്. അയ്യോ, അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക്. അപ്പോൾ എൻ്റെ ചെറിയമ്മയുണ്ട് അവിടെ. ഞാൻ ചെറിയമ്മയോട് ചോദിച്ചു, അല്ല ഇത് സത്യമാണെന്ന് എനിക്കറിയില്ലല്ലോ, അമ്മയ്ക്കും വലിയ നിശ്ചയമില്ല, ഇങ്ങനെ പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ അതെ അവിടുത്തെ പ്രധാന പായസമാണ് എന്നിങ്ങനെ പറഞ്ഞേ. അപ്പോൾ അതൊക്കെ നമ്മുടെ തോന്നി ചെയ്യുന്ന കേട്ടോ ഓരോന്നും. അപ്പോൾ അതും വലിയ സന്തോഷമായി. വൈക്കത്തപ്പൻ്റെ ഇഷ്ട പായസമാണല്ലോ, എന്നാൽ അത് ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് എന്തായാലും ആറാട്ടാണല്ലോ ഭഗവാന്റെ. അപ്പോൾ എല്ലാം കൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം പഴപ്രഥമനാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പഴം ഒരു 300 ഗ്രാം ഉണ്ടായിരുന്നേ. പഴം നന്നായി വേവിച്ച് അതിൻ്റെ നാരും അരിയൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. നിർബന്ധമൊന്നുമില്ല, കാരണം ഒരുപാട് പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ അരിയൊന്നും കളയാൻ പറ്റില്ല. അതുകൊണ്ട് അത് കളയണമെന്നോ യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ചായതുകൊണ്ട് മാത്രം കളഞ്ഞതാണ്. അങ്ങനെ അരിയും ഒക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ചതല്ലേ? വേവിച്ചിട്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. പഴം 300 ഗ്രാം അല്ലേ എടുത്ത്, അപ്പം അതിന് ഇത്തിരി കൂടെ കൂടുതൽ ശർക്കര എടുക്കണം. ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് പാകമായിരിക്കും, പക്ഷേ ഞാൻ എപ്പോഴും പറയണ പോലെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 2-ാം പാലാണ്. 1-ാം പാലും 2-ാം പാലും മാത്രമേ ഇവിടെ എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ 2-ാം പാലും കുറച്ചെടുത്തിട്ടുണ്ട്, 1-ാം പാലും ഉണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത് വറുത്തിടാനാണ്. നമ്മൾ നെയ്യിലാണ് പഴം വരട്ടാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് കുറച്ചധികം വേണം കേട്ടോ. നെയ്യിൽ നന്നായിട്ട് വരട്ടിയെടുക്കേണ്ടതാണ്. നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം നന്നായിട്ട് നെയ്യിൽ വരട്ടിയെടുക്കണം, എന്നാലേ പായസം നന്നാവുള്ളൂ. കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശർക്കര പായസം വലിയ താല്പര്യമില്ല. എനിക്ക് പാൽപ്പായസം ഏറ്റവും ഇഷ്ടം പാലടയാണ്. ഇതിൻ്റെയൊക്കെ ആൾക്കാർ ഇവിടെ അച്ഛനും മോനും ഒക്കെ ശർക്കര പായസത്തിൻ്റെ ആൾക്കാരാണ്. അമ്മണിക്ക് പിന്നെ ഒരു പായസം ഇഷ്ടമല്ല അല്ലേ അമ്മണി? എന്നാലും അവളിപ്പം കഴിക്കും കുറച്ചൊക്കെ. ഇവിടെ ഇപ്പം പഴം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ടേ. നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കേണ്ട സമയമാണ്. നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ശർക്കര ഒഴിക്കാം. ശർക്കര ഒഴിച്ചിട്ടും ഒന്ന് യോജിക്കാനുണ്ട്. ഇതിപ്പം കട്ട പിടിച്ചിരിക്കുകയല്ലേ, അപ്പം നന്നായിട്ട് തിളച്ച് യോജിച്ച് ഒരിത്തിരി കുറുകി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിക്കാം. അഷ്ടമിയായിട്ടൊക്കെ 4 പാട്ട് വേണ്ടേ? 4 പാട്ടോ? വൈക്കത്തപ്പൻ്റെ അല്ലേ? വൈക്കത്തപ്പൻ്റെ പാട്ട്, വൈക്കത്തപ്പാന്ന് തുടങ്ങണ പാട്ട് എനിക്ക് ആകെ ഒരെണ്ണേ അറിയുള്ളൂ. അതുതന്നെ മുഴുവൻ അറിയില്ല, 4 വരി അറിയൂ. അത് പാടാം. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ, വക്ഷസിൽ നാഗമണിഞ്ഞ ദേവ,
തൃക്കരം തന്നിലെ മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈ തൊഴുന്നേൻ. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ വക്ഷസിൽ നാഗമണിഞ്ഞ ദേവാ. തൃക്കരം തന്നിലെ മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈ തൊഴുന്നേൻ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയ മാം. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയ മാം. ഭയങ്കര ഹെവി അമ്മണി ആ പാട്ട്, എനിക്കൊന്നും പാടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ഒരു കട്ടി കണ്ടില്ലേ? നമുക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഒഴിക്കുന്നു. ഇപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചില്ലേ, ഈ രണ്ടാം പാൽ ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. എന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഇതായിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട്. ഇതാണ് പരുവം. ഇങ്ങനെ ഈ പാകത്തിനാവുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കരുത്, ചൂടായാൽ മതി. അപ്പോൾ ഒഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചുക്ക് പൊടിയാണ് ഇടുന്നതെന്ന്. അപ്പോൾ കുറച്ച്, വളരെ കുറച്ച് മതി. ഇത്ര മതി. ഇതൊന്ന് അതെ 1/4 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത്, ഇനി എന്താണെന്നല്ലേ, ഇനി തേങ്ങാക്കൊത്ത് വറുത്തിടണം. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റാവും. ഉരുളിയിലിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയൊക്കെ ആവും, പാകമാവും, കുടിക്കേണ്ട പാകമാവും. നെയ്യിൽ തന്നെയാണ് തേങ്ങ വറുത്തിടുന്നത്. നമുക്ക് തേങ്ങ വറുത്തിട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇവിടെ ചൂടായിട്ടുണ്ട്. തേങ്ങ ഇടാം. തേങ്ങ നന്നായിട്ട് ചുമക്കണം. എല്ലാവരും സൂക്ഷിച്ചൊക്കെ വറക്കുക. ആയി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. ഇവിടെ തേങ്ങ ചുമന്നിട്ടുണ്ട്, കണ്ടോ? നമുക്കിത് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ വറുത്തിട്ട് നമ്മുടെ പായസം സൂപ്പറായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണമൊക്കെ നേരത്തെ വരുന്നുണ്ടല്ലേ മണി? നല്ല നെയ്യിൻ്റെ മണമാണ് ഇവിടെ മുഴുവനും ഇപ്പം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ആരും ക്യാമറയുടെ മുമ്പിലോട്ട് വരില്ല. എന്താ ചെയ്യുക, ഞാൻ എല്ലാവരെയും വിളിക്കാറുണ്ട്. ഞാനുണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഞാനൊരാളെ വിളിച്ച് നോക്കാം, വരുമോയെന്ന് അറിയില്ല. കണ്ണാ, അപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. സ്വാമി ശരണം. അതെ, അവന് ഞാൻ ഇത്തിരി കൊടുക്കാം. നല്ല ചൂടുണ്ട്. നന്ദി. അപ്പോൾ എൻ്റെ പായസമൊക്കെ ടേസ്റ്റ് ചെയ്തു. അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. ഞാനല്ലല്ലോ പറഞ്ഞത്, അവനല്ലേ പറഞ്ഞത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ടേസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ വരണത്രേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.